ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നല്ലോ അല്ലേ? നമ്മൾ ഇന്ന് ഒരു കോളിഫ്ലവർ കറിയാണ് വെക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, കോളിഫ്ലവർ, തേങ്ങ. നമുക്ക് ആദ്യം കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൽ പുഴുവൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി നല്ല ക്ലീൻ ആക്കി എടുക്കാം. നമുക്ക് എല്ലാം ഞാൻ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഇത് ഞാൻ ആദ്യം ഒന്ന് കഴുകിയതിന് ശേഷമാണ് കട്ട് ചെയ്തത്. ഇനി അതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. കോളിഫ്ലവർ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നത്. അതിനുശേഷം ഞാനിതൊന്ന് കഴുകി വാരി ഒരു കുക്കറിലേക്കാണ് ഇടുന്നത്. അതിനുശേഷം നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകം എന്നിവ ഇടുക. അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിക്കുകയാണ്. നമ്മൾ കുക്കർ വേവിക്കാൻ വെച്ച കോളിഫ്ലവറിന് വിസിൽ വന്നു. 2 വിസിലാണ് ഞാൻ അടുപ്പിച്ചത്. തേങ്ങയും ഏകദേശം മൂത്ത് തുടങ്ങി. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവയും കൂടി ചേർക്കുക. നമ്മൾ വേറൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുകയാണ്. സവാള അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ആദ്യം വറുത്ത് വെച്ച തേങ്ങയും അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ വഴറ്റിയെടുത്ത സവോളയും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാൻ വെള്ളം ചേർത്താണ് അരച്ചത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കണം. അതിനുശേഷം അതേ ചട്ടി തന്നെ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് ഇടുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് പച്ചമുളക് ചേർക്കുക. പച്ചമുളക് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ അരച്ചു വെച്ച ആ അരപ്പ് ചേർക്കുക. നമ്മൾ മിക്സിയുടെ ജാറോട് കഴുകി ഒഴിച്ചിട്ടുണ്ട്. അതിന് തിള വന്നിട്ടുണ്ട്. തിളച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ കുക്കറിൽ അരച്ചു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കുകയാണ്. കോളിഫ്ലവർ ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. വേറൊരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ കടുക് ചേർത്തുകൊണ്ട് ഇപ്പോൾ കടുക് ചേർക്കുന്നില്ല. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുക. കറിവേപ്പില ചേർക്കുക. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ സ്മെല്ല് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുകയാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കറി റെഡിയായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്.